ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പ് തിരുനാളിനൊരുക്കമായുള്ള നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമ്മളിന്ന് വെച്ചൂർ മുത്തിയുടെ അൾത്താരയ്ക്ക് മുമ്പിലാണ് പ്രാർത്ഥിക്കുക. അനുഗ്രഹീതമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്ഭുത ചിത്രം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയവിചാരങ്ങളും പ്രാർത്ഥനകളും അമ്മ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ജപമാല കരങ്ങളിലെടുക്കാം. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനരികിൽ ഒരുമിച്ചുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശാരീരികമായി ഈ ദേവാലയത്തിൽ ഇപ്പോൾ സന്നിഹിതരാകാൻ സാധിക്കുന്നില്ലെങ്കിലും ആത്മാവിൽ നമ്മളെല്ലാവരും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരുമിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിൽ ഓർത്തുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ആരംഭിക്കാം. പരിശുദ്ധമ്മയുടെ തീർത്ഥകേന്ദ്രങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവം കടന്നു പോകുന്ന 8 നോമ്പിൻ്റെ ഈ 5-ാം ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിന് അഭിമുഖമായി നിൽക്കുന്ന വെച്ചൂർ തീർത്ഥകേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി ഇത് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന 7 ചിത്രങ്ങളിൽ ഒന്ന് അവിടെ വെച്ച് പൂർത്തിയാക്കാൻ നിവൃത്തിയില്ലായിരുന്നു. കപ്പൽ യാത്ര പുറപ്പെടേണ്ടിയിരുന്ന സമയം അതിക്രമിച്ചു. അതുകൊണ്ട് പൂർത്തിയാക്കിയ 6 ചിത്രങ്ങൾക്കൊപ്പം പൂർത്തിയാക്കേണ്ടിയിരുന്ന ക്യാൻവാസും കരുതിയിരുന്നു. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതകരമായി ആ ചിത്രം പൂർത്തിയായി. അത്ഭുതകരമായി പൂർത്തിയായ ആ ചിത്രമാണ് ഈ ദേവാലയത്തിൻ്റെ സക്രാരിയുടെ മുകൾ ഭാഗത്തായി പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധമ്മയുടെ ചിത്രം. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ചിത്രത്തിലൂടെ ഭക്തർക്ക് അനുഭവിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അനേകായിരങ്ങൾ ഈ ഭക്തചിത്രം ദർശിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഇവിടെ കടന്നു വരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും പരിശുദ്ധമ്മയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരുക്രമങ്ങൾ നടത്തുന്നതും ആ ദിവസങ്ങളിൽ വരുന്ന തീർത്ഥാടകരെ എതിരേൽക്കുന്നതും. പ്രിയപ്പെട്ടവരെ, 1463 ആണ് ഈ കാണുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണം. കടുത്തുരുത്തി ആസ്ഥാനമായുള്ള വടക്കുംകൂർ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് 1463 ആണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന് തൻ്റെ ജീവിതാരംഭത്തിൽ തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാനിടയായിട്ടുണ്ട്. പരിശുദ്ധമ്മയുടെ അടിമ നേർച്ച ഇവിടെയാണ് വിശുദ്ധനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. വിശുദ്ധൻ ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് ഈ പുതിയ ദേവാലയം
നിർമ്മിക്കുന്നതിന് അടിസ്ഥാന ശില പാകിയത്. സുറിയാനി സഭയുടെ ആദ്യ മെത്രാൻ പറമ്പിൽ ചാണ്ടി മെത്രാൻ ഇവിടെ താമസിച്ചുകൊണ്ട് സഭാഭരണം നടത്തിയിരുന്നു എന്നുള്ളത് ഈ ദേവാലയത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ മാസം 15 വരെ എല്ലാ വർഷവും പരിശുദ്ധ വെച്ചൂർമുത്തിയുടെ തിരുനാൾ ഇവിടെ സാഘോഷം കൊണ്ടാടപ്പെടുന്നു. 2020-21 വർഷങ്ങളിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെ ലോകമെമ്പാടുമുള്ള ഭക്തരായ വിശ്വാസികൾ ഇതിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നു വരികയാണ്. ഈ വർഷം സെപ്റ്റംബർ 15 വരെ നടത്തുന്ന ആഘോഷങ്ങളിലേക്ക് സ്നേഹപുരസരം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും പരിശുദ്ധ വെച്ചൂർമുത്തിയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. ആരാധന 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 ആരാധന. സ്തുതിച്ചുകൊണ്ട് പാടാം. ആരാധന നമ്മുടെ ദൈവത്തെ ആരാധിച്ച് പാടാം. ആരാധന ആരാധന. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ്. അവിടുന്ന് അത്യുന്നതനാണ്. അവിടുത്തെ പോലെ മറ്റൊരു ദൈവമില്ല. മോശ ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞു, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പൂർവപിതാക്കന്മാരെല്ലാം കഴിഞ്ഞ തലമുറകളെല്ലാം തമ്പുരാനെ നോക്കി പാടി, ഇങ്ങനെ ഒരു ദൈവം വേറെങ്ങുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ 8 നോമ്പിന് തിരുനാളിനൊരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രത്തിന് മുമ്പിലിരുന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ ഇന്നലകളുടെ ചരിത്രം ധ്യാനിക്കുമ്പോൾ, അവിടുത്തെ അത്ഭുതകരമായ ഇടപെടലുകളും ധ്യാനിക്കുമ്പോൾ നമ്മളും ഭക്തിപൂർവ്വം പറയും, ഇങ്ങനൊരു ദൈവം വേറെങ്ങുമില്ല.
ആ വലിയ ബോധ്യത്തോടെ നന്മയല്ലാതെ അവിടുന്നൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്രയോ അതിശയകരമായ ചെയ്തികൾ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്കും അവന്റെ കഴിവിനും അപരിമേയമായ കാര്യങ്ങൾ ചെയ്തവനാണ് നമ്മുടെ ദൈവം. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് പാടി ആരാധിക്കാം, ഈശോയെ വണങ്ങാം. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തമ്പുരാൻ തന്ന എല്ലാ നന്മകളെയും ഓർത്ത് എല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഈ ദേവാലയത്തിൽ നിന്ന് എത്രയോ കൃതജ്ഞത ഉയർന്നിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങൾക്ക് ഈ അൾത്താര സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഇന്നിലെ എൻ്റെ അവസ്ഥകൾ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും എന്നുള്ള ബോധ്യത്തോടെ പാടാം. ആരാധന, ഈശോയെ മഹത്വപ്പെടുത്തി കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, സ്വരമുയർത്തിക്കൊണ്ട്, ഹൃദയം തുറന്നുകൊണ്ട്, വലിയ സ്നേഹത്തോടെ, ഒരുപാട് ഭക്തിയോടെ തമ്പുരാന് മഹത്വം നൽകിക്കൊണ്ട് കരങ്ങൾ വീശി ആരാധിക്കാം. ആരാധന, ആരാധന, ആരാധന. കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതങ്ങളും നന്ദി കൊണ്ട് നിറയുകയാണ്. ഈ ദേവാലയത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ നമുക്കും ധ്യാനിക്കാം. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച എത്രയോ മക്കൾ, എത്രയോ കുടുംബങ്ങൾ ഇന്നും ഈ ദേവാലയത്തോട് സ്നേഹത്തോടും കടപ്പാടോടും കൂടി വർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മായാത്ത മുഖം, ദൈവം വരച്ച ചിത്രം, സ്വർഗം വരച്ച ചിത്രം, പണിതീരാത്ത ചിത്രം അത്ഭുതകരമായി ദൈവം പൂർത്തിയാക്കി അതിശയകരമായി ഈ മണ്ണിൽ സമ്മാനിച്ചതിൻ്റെ ചരിത്രം ഈ ദേവാലയത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന അൾത്താരയ്ക്ക് മുമ്പിലിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പരിശുദ്ധ അമ്മ നമ്മോടും പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുത്തെ ജ്ഞാനത്തിനും അവിടുത്തെ കഴിവുകൾക്കും അവിടുത്തെ പദ്ധതികൾക്കും അജ്ഞാതമായിട്ടൊന്നുമില്ല. നമുക്ക് ആ വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, ഉത്കണ്ഠകളെ എല്ലാം ദിവ്യ കാരുണ്യ സന്നിധിയെ തുറന്നു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർമ്മിച്ചേ. വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ ദൈവത്തിന്റെ കരമായിരുന്നു, എല്ലാം ദൈവത്തിന്റെ കരമായിരുന്നു. ഈ അത്ഭുത ചിത്രം പറയുന്ന കഥയതല്ലേ, ദൈവത്തിന്റെ കരമാണിത് വരച്ചത്. സ്തുതിക്കാം നമുക്ക്. സ്തുതിക്കുവാനായിരം നാവ് പോരായി, എങ്കിലും ആവോളഞ്ഞ പാടി സ്തുതിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്
വെച്ചൂർ മുത്തിയോട് ചേർന്ന് ആരാധിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ആരാധിച്ച് പ്രാർത്ഥിക്കാം, സ്വർഗത്തോട് ചേർന്ന് സ്തുതിക്കാം, സ്വർഗത്തോട് ചേർന്ന് സ്തുതിക്കാം. ഈ ദേവാലയത്തിന്റെ ഇന്നലകളുടെ എല്ലാ ദൈവീക പ്രവൃത്തികളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലെ ശുശ്രൂഷകളോട് ചേരാൻ ദൈവം ഒരുക്കിനെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ആരാധന. യേശുവേ മഹത്വം, ആരാധന. പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ഏറ്റെടുക്കണമേ, സ്തുതിക്കണമേ. കർത്താവേ നീ ഏറ്റെടുക്കണമേ, കർത്താവേ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 57-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നെ സഹായം അയച്ച് നമ്മെ സഹായിക്കും. ഈ ദേവാലയം പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്രം അതാണ്. ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നമ്മുടെ സഹായത്തിനെത്തും. നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് പൂർത്തീകരിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വരച്ചു തീർക്കാൻ പറ്റാതെ പണിതീരാതെ പോയൊരു ചിത്രം യാത്രക്കിടയിൽ അത്ഭുതകരമായി ദൈവം വരച്ചു തീർത്തതിൻ്റെ ചരിത്രമാണ് ഈ ദേവാലയത്തിനുള്ളത്. മനുഷ്യൻ മടുത്തു പിന്മാറുമ്പോൾ, മനുഷ്യന് അവൻ്റെ ഉദ്യമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവൻ ഉറങ്ങുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നൊരു ചരിത്രം ഈ ദേവാലയം, ഇവിടുത്തെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ നാളുനീളെയുള്ള ഒരുപാട് നാളായുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. അമ്മ എത്രയോ അധികമായി അതറിയുന്നുണ്ട്, മുൻകൂട്ടി അറിയുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാർ പോലും അറിയാത്ത, അവർക്ക് അനധിവിദൂര ഭാവിയിൽ ഏതാനും നാഴികകൾക്കപ്പുറം ആ വീട്ടിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി അറിയുന്നത് അമ്മയാണ്. ആ വീടിൻ്റെ മാനം രക്ഷിക്കാൻ, ആ വീടിൻ്റെ സന്തോഷം കുറയാതിരിക്കാൻ ഏറ്റവും കൂടുതൽ കരുതൽ നൽകിയത് പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ അമ്മ അറിയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളെ അമ്മ അറിയുന്നുണ്ട്. ഈശോയോട് അമ്മ അതുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ അതെല്ലാം ഉണർത്തിക്കുന്നു. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, വെച്ചൂർ മുത്തിയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളും. കാനായിൽ വന്ന പോലെ അമ്മ കടന്നു വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുറവുകളെ ഉണർത്തിക്കണം. അമ്മയെ സമർപ്പിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും വിട്ടുകൊടുത്തേ. അമ്മ കടന്നു വരും, അമ്മ സഹായിക്കും. പ്രത്യേകമായി ഇന്നേ ദിവസം കുഞ്ഞുങ്ങളില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം തേടി അനേകര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ മുഴുവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് അടുത്ത വർഷം ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. കാനായിൽ വന്നപ്പോൾ ഹൃദയത്തിൽ ഇന്നു കടന്നു വന്നിടണേ. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഒരിക്കൽ കൂടി അമ്മയിലേക്ക് ശരണപ്പെട്ടേ. കാനായിൽ വന്നപ്പോൾ ഹൃദയത്തിൽ ഇന്നു കടന്നു വന്നിടണേ. അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്
ഞങ്ങളുടെ യാചനകളിലേക്ക് വരണമേ. ഞങ്ങളുടെയും ജീവിതത്തിന്റെ ആശകളെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്നു നീ ചൊല്ലിയിടണമേ. കാനായിലെന്ന പോലെ നമ്മൾ പോലും അറിയാത്ത കുറവുകളെ അമ്മയെ കണ്ട് കാനായിൽ വന്ന പോലെ ഞങ്ങൾ പോലും കാണാത്ത ഒരുപാട് കുറവുകളുണ്ട്. അമ്മ മുൻകൂട്ടി അറിയണേ അമ്മേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, അപമാനങ്ങൾ, തകർച്ചകൾ അമ്മ മുൻകൂട്ടി അറിഞ്ഞ് പുത്രനോട് വാദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. പ്രാണപീഡയിൽ പിടയുന്ന നാഥനെന്ന അന്ത്യസമ്മാനമായി എനിക്കു നൽകി. അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ച്, എല്ലാ ആഗ്രഹങ്ങളും വിട്ടുകൊടുത്ത് സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. പ്രാണപീഡയിൽ പിടയുന്ന നാഥനെന്ന അന്ത്യസമ്മാനമായി എനിക്കു നൽകി. പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനകളുമായി, യാചനകളുമായി, ആവശ്യങ്ങളുമായി നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നേരെ അമ്മേ, കരുണയുള്ള അമ്മയുടെ തൃക്കണ്ണുകൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായി വേദനിക്കുന്ന അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മയുടെ ഉദരഫലം അനുഗ്രഹീതമാണല്ലോ. അനുഗ്രഹീതമായ ഉദരഫലത്തിൻ്റെ അമ്മയാണല്ലോ അങ്ങ്. അമ്മ, ആ ഉദരഫലത്തിലൂടെയാണല്ലോ അമ്മ വാഴ്ത്തപ്പെട്ടവളായത്. അമ്മേ, എല്ലാ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിലും അവരുടെ ഉദരങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയാൽ അവരനുഗ്രഹം പ്രാപിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൂന്യമായ ഞങ്ങളുടെ യാചനാപാത്രങ്ങളെ സന്തോഷം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ശൂന്യമായ ഭവനങ്ങളെ, സന്തോഷമില്ലാത്ത ദമ്പതിമാരെ, അവരുടെ പ്രതീക്ഷകൾക്ക് ഫലം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൈഭരണിയാമിന്നിലുള്ള പാപജലം പുതുവീഞ്ഞാക്കണേ. പുതുജീവൻ ഉദിക്കട്ടെ. പുതിയ വീഞ്ഞിന്റെ അനുഭവം എല്ലാവർക്കും ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പുതുവീഞ്ഞിന്റെ അനുഭവം അമ്മമാരാവിന്റെ മധ്യസ്ഥതയാൽ എല്ലാവർക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗരാജ്യത്തിൻ രഹസ്യമറിയുവാൻ മാധ്യസ്ഥമേഖണി. സ്വർഗരാജ്യം അമ്മയുടെ മാധ്യസ്ഥം തേടി ഇരു കരങ്ങളും അമ്മയിലേക്ക് നീട്ടി. നമുക്ക് ഭക്തിപൂർവം 8 നോമ്പ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആത്മീയവും ശാരീരികവുമായ വരങ്ങളാൽ പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, രാജപുത്രിമാർ അവളെ പ്രകീർത്തിക്കും. അവൾ സൂര്യനെ പോലെ ശോഭയുള്ളവളാകുന്നു, ചന്ദ്രനെ പോലെ അഴകുള്ളവളുമാകുന്നു. അവൾ തന്റെ മാതാവിന്റെ ഏകപുത്രിയും പിതാവിന്റെ വത്സലകുമാരിയുമാകുന്നു. ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവിടുത്തെ ആനന്ദ വിഷയമായിരുന്നു, മനുഷ്യരെന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്റെ മാർഗം പിന്തുടരുന്നവരെല്ലാം ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. എന്നെ കണ്ടെത്തിയവരെല്ലാം ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കുവാമേ. വിശുദ്ധ യോവാക്കീം, അന്ന എന്നിവരിൽ നിന്നും വചനമാകുന്ന ദൈവപുത്രന്റെ മാതാവായ മറിയം ജനിച്ചു. അതുവഴി പൂർവ്വപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും മാത്രമല്ല എല്ലാ തലമുറകളുടെയും പക്കലേക്ക് അനുഗ്രഹമൊഴുക്കപ്പെട്ടു. തലമുറകളുടെ മാതാവായ മറിയത്തെ നമുക്കും പ്രകീർത്തിക്കാം. ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയമേ, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് എല്ലാ തലമുറകളാലും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുവാൻ ദൈവമാതാവായി തീർന്ന അനുഗ്രഹീതയായ ഞങ്ങളുടെ അമ്മേ, ഇതാ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദിവ്യപുത്രന്റെ ജനനത്തിനൊരുങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ, വഴിയും സത്യവും ജീവനുമായ അങ്ങേ ദിവ്യപുത്രന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ മാതാവേ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുവാൻ മാധ്യസ്ഥം അപേക്ഷിച്ച നല്ല അമ്മേ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. ഗാഗുൽത്തായിലേക്കുള്ള കുരിശിന്റെ വഴിയിലൂടെ തന്റെ പ്രിയപുത്രനെ അനുഗമിക്കുകയും കാൽവരിക്കുന്നിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ മുഴുവനും നിന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്ത മറിയമേ, ഞങ്ങളുടെ സന്തോഷത്തിനും സന്താപത്തിനും നിന്റെ പ്രിയപുത്രനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നതിനും അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീർന്ന് മിശിഹായുടെ സഹോദരനായി വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ജപമാലയുടെ ദശകങ്ങളിലൂടെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജനപദങ്ങളുടെയും സഭയുടെയും മാനവകുലം മുഴുവൻ്റെയും ജീവിതങ്ങളെ പുണരുവാൻ നമ്മുടെ ഹൃദയങ്ങൾക്കാകും. നമ്മുടെ വ്യക്തിപരമായ അഭിലാഷങ്ങളും
നമ്മുടെ അയൽക്കാരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം അഭിലാഷങ്ങളും നമുക്ക് ജപമാല വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഈ കൊച്ചു പ്രാർത്ഥന ജീവിതത്തിൻ്റെ താളമായി മാറും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഈ ജപമാലയെ കരങ്ങളിലെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ, അയൽക്കാർ, സ്നേഹിതർ, കുടുംബാംഗങ്ങൾ, സഭ, ലോകം മുഴുവനും ഈ ജപമാലയിൽ കരം കോർക്കട്ടെ. നമുക്ക് കരങ്ങളിൽ ജപമാല എടുത്ത് പിടിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമുക്കും ജപമാല ഉയർത്തി സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരേ അപ്പൻ്റെ മക്കളായ നമുക്ക് ആ അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും പിതാവേ, നിന്നാം പൂജിതമാകണമേ. നിന്റെ രാജ്യം വന്നിടണേ. നിന്നിഷ്ടം സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഏറെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയും മാധ്യസ്ഥവും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മേരി, സ്വസ്തി കർത്താവ് നിന്റെ കൂടെ. സ്ത്രീകളിൽ ധന്യതി അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പിതാവിനും പുത്രനും പാവനാത്മാവിനും സ്തോത്രമുണ്ടാകട്ടെ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഉയർപ്പ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ ഉയർപ്പ്, കുടുംബജീവിതത്തിലൊരു ഉയർപ്പ്, ബിസിനസ് മേഖലയിൽ, പഠന മേഖലയിൽ, ആത്മീയ മേഖലയിൽ, ബന്ധങ്ങളുടെ തലങ്ങളിൽ, പഠന മേഖലകളിൽ എല്ലാം പുതിയൊരു ഉയർപ്പ് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ഈ നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ വെച്ചൂർ മുത്തിയുടെ സന്നിധിയിൽ നമുക്ക് വലിയൊരു നിയോഗമായി സമർപ്പിക്കാം. അമ്മ മാതാവേ, ഇപ്പോഴീ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനേകം ദമ്പതിമാരുണ്ട്. ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ വരുവാൻ സാധിക്കാത്തവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി ഒരു കുഞ്ഞിനെ സ്വർഗത്തിൽ നിന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായി ഒരുപാട് ചികിത്സിച്ചിട്ടും ഒരുപാട് പൈസ മുടക്കിയിട്ടും ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്ന അനേകം കുടുംബങ്ങളുടെ സങ്കടങ്ങളെ, അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ, നിരാശയെ, മടുപ്പിനെ എല്ലാം അമ്മയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അവരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കണമേ. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കണമേ. അമ്മ മാതാവേ, മനുഷ്യരാരും അറിയാതെ രഹസ്യത്തിൽ അമ്മയുടെ ചിത്രത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചതുപോലെ മനുഷ്യരാരും അറിയാതെ, ഒരമ്മ പോലും അറിയാതെ അവളുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നത് ഒരമ്മ പോലും അറിയുന്നില്ല. അതുപോലെ അനേകായിരങ്ങൾക്ക് അമ്മയുടെ മധ്യസ്ഥതയാൽ ഈ സമയം വലിയ ദൈവകൃപ, സന്താന ഭാഗ്യമെന്ന ദൈവകൃപ ലഭിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ ദമ്പതിമാരും ഈ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലേക്ക് നമുക്ക് എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചിട്ടും അതിന് മനസ്സില്ലാതെ മറുതലിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ആരെങ്കിലും ഈ സമയം ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാനുള്ള വലിയ തുറവിയും വലിയ വിശാലമായൊരു മനസ്സും അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും കുടുംബങ്ങളിൽ സംജാതമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അങ്ങനെ ദൈവം കനിഞ്ഞു നൽകുന്ന ലോകരക്ഷയ്ക്ക് വേണ്ടി മാനവകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങളായ കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ ധാരാളം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദമ്പതിമാരുടെ മേലും എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. 4-ാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ സന്നിധിയിലേക്ക്, സ്വർഗത്തിൽ വസിക്കുന്ന അമ്മയുടെ വലിയ മധ്യസ്ഥതയിലേക്ക്, ഇന്നും ഭൂമിയിൽ പ്രവർത്തന നിരതയായ അമ്മയുടെ വലിയ മാധ്യസ്ഥതയിലേക്ക് മക്കളെയോർത്ത് ഉത്കണ്ഠപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഉദരത്തിലുള്ള കുഞ്ഞിനെ ഓർത്ത് ആകുലപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ജന്മനാ ഉള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കുഞ്ഞുങ്ങളുമായി ആശുപത്രികളിലായിരിക്കുന്ന എല്ലാ അമ്മമാരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പലതരത്തിലുള്ള പരിമിതികളുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ അമ്മമാരെയും അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അനുസരണവും സ്നേഹവും ഇല്ലാത്ത മക്കളെ പേറുന്ന എല്ലാ അമ്മമാരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മക്കളുടെ വഴിപിഴച്ച ജീവിതത്തെ ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. ജോലിയില്ലാതെയും വിവാഹ തടസ്സം അനുഭവിച്ചും കഴിയുന്ന മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. മാരക രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മക്കളെയോർ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. മക്കളുടെ വേർപാടിന്റെ ദുഃഖം പേറുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. 5-ാം ദിവരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കനിഞ്ഞ മക്കളെ നൽകാത്ത അനേകം ദമ്പതിമാർ ഈ ലോകത്തിലുണ്ട്. അതും ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ വിട്ടു പോകട്ടെ. അവരുടെ മനസ്സിന് ഒരിക്കലും നിരാശ ബാധിക്കാതിരിക്കട്ടെ. അവരുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും സന്തോഷം അറ്റുപോകാതിരിക്കട്ടെ. അവർക്ക് ഭൂമിയിൽ അവരുടെ രക്തത്തിൽ മക്കളില്ലെങ്കിലും അനേകം ആളുകൾ, അനേകം മക്കൾ അവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ സഹായമായി, സ്നേഹമായി, സംരക്ഷണമായി ഉണ്ടാവട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തതെല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ അകാലത്തിൽ വേർപെട്ടു പോയ അനേകം കുടുംബങ്ങളുണ്ട്. അവരുടെ അഭാവത്തിൽ ദുഃഖിക്കുന്നവരുണ്ട്. അവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥതയിലൂടെ ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് നമ്മുടെ ഈ ജപമാലയെ സമർപ്പിക്കാം. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും മാധ്യസ്ഥവും പുണ്യവും നമുക്കും സങ്കേതമായി തീരട്ടെ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീഹായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഒരു കൂട്ടായ്മയായി പലയിടങ്ങളിലായിരുന്ന നമ്മളിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. എത്രയോ ലക്ഷം ആളുകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പലയിടങ്ങളിലായിരുന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്ക് ഈ കൂട്ടായ്മയിൽ പലയിടങ്ങളിലായി അമ്മയ്ക്കൊരുക്കപ്പെട്ട ജപമാലകളെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു സമ്മാനമായി സമർപ്പിക്കാം. ഈശോയുടെ അരികിലിരുന്ന് സമർപ്പിക്കാം. അതെത്രയോ സന്തോഷമാണ് ഈശോയ്ക്ക് എന്ന് തിരിച്ചറിയാം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച ജപമാലകളെ ഇപ്പോൾ അതിൻ്റെ പ്രതീകമായി ഇവിടെ അൾത്താരയിൽ ഈ ജപമാല പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിങ്ങളും ഇപ്പോൾ ഈ നിങ്ങൾ ജപിച്ച ജപമാല സമർപ്പിക്കുക. അങ്ങനെ കൂട്ടായ്മയിൽ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഈ കാണിക്കയെ ഒരുക്കാം. ഞാനാകും ഉൾപ്പടർപ്പിൽ ദൈവസ്നേഹമാ തീപ്പടരാ, പാപത്തിൻ്റെ പാദരക്ഷ അഴിച്ചു മാറ്റി പാപി ഞാൻ നിൻ സുതനെ തേടിയെത്തുന്നു. അമ്മേ, ഞാൻ നിൻ സുതനെ തേടിയെത്തുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതകേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും